അപ്പോൾ ഹലോ ഗായ്സ്, MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പത്തെ വേൾഡിലാണ്. നമ്മൾ ട്രഷർ മാപ്പ് തപ്പി ഇവിടം വരെ എത്തിയതാണ്. ഇവിടം വരെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്, ഞാൻ കുറേ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടം വരെ എത്തുന്നതും ഇവിടെയൊക്കെ മൈൻഡ് ചെയ്ത് നോക്കുന്നതും. പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ പറയുന്നത് മിനിമം ഒന്നില്ലെങ്കിൽ ഇതാ സ്പോണാവുന്നത് സാധാരണ മണലിൻ്റെ ഉള്ളിൽ. അത് ഈ എപ്പിസോഡ് നോക്കണം, അല്ലെങ്കിൽ നല്ല ഡിഫിക്കൽട്ടി, നല്ല പണിയായിരിക്കും നമുക്ക് അത് കിട്ടാൻ. പക്ഷെ നമ്മൾ കറക്റ്റ് കല്ലെടുക്കേണ്ടി വരും. കറക്റ്റ് കല്ല് പിക്ക് ചെയ്യാൻ വേണ്ടി എന്തോ കൂട്ടിയേക്ക് മണിച്ചൊക്കെ എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു കാണാൻ സൈഡിലായിട്ടൊരു ബട്ടൺ കാണുന്നത്, അത് വെറുതെ ബട്ടൺ. അതുകൊണ്ടോ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അത് ഇൻവെൻറ്ററിയിലുള്ള. പക്ഷെ ഇൻവെൻറ്ററി കയറാണ്ട് നമുക്ക് ഗ്രാസ് ബ്ലോക്ക് എടുക്കണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ നമ്മുടെ കയ്യിലേക്ക് അതിങ്ങനെ എന്താ ഇറക്കാതെ വന്നുണ്ട് എന്താ എൻ്റെ കയ്യിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് ഇതിൽ ഞെക്കുക. എന്താ ചില സമയത്ത് വെക്കാണില്ല. വന്നു കണ്ട, വെറുതെ വെച്ചത് ഓഫാവണം. അത് ഓഫാകട്ടെ. സെറ്റിങ്സ് അത് മാറ്റിയിട്ടുണ്ട്, കണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. വലിയ യൂസൊന്നുമില്ല. നമ്മൾ ഈ മണലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മണലിലാണ് കൂടുതലും സ്പോണാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെമിനി. മാത്രമല്ല യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നേരെ അടിയിൽ പോയി എന്നാൽ കുഴിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഇതെല്ലാം 9 വരുന്ന രീതിയിൽ നിൽക്കണം. അതൊന്നും നോക്കട്ടെ, ചിലപ്പോൾ അത് കുറക്കാമല്ലോ. ഇവിടെ ഒന്നും 9 ഇല്ല. 9 ഇവിടെ 9 ഉണ്ട്, പക്ഷെ എല്ലാം 9 ആണല്ലോ. 99. അതൊന്നും ശരിയാവില്ല. അതെന്തായാലും മറക്കാവില്ല. അത് നോക്കല് പണിയാണ്. അത് മാത്രമല്ല നമ്മളൊരു വെള്ളത്തിൻ്റെ സൈഡിലാണ് സ്പോണാക്കിയത്. ഈ മണലിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടാവുമെന്നാണ് ജേണി പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ മണലിൻ്റെ അടിയിലായി സാധാരണ സ്പോണാക്കാറെന്നാണ് പറഞ്ഞത്. നമുക്ക് മണലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വലുതായിട്ട് യൂസ്ഫുൾ സാധനങ്ങളൊന്നുമില്ല. വലുതായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ റീസ്പോണങ്ങ് പഠിച്ചിട്ട് ചാവുമ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് വലിയ യൂസൊന്നുമില്ല. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തന്നിട്ടില്ല. മേലോട്ട് പോടാ, ഇപ്പം മേലോട്ട് പോവോ. ആ മീനിനെ അടിക്കാൻ പറ്റുമോ നോക്കാനായിരുന്നു. മേലോട്ട് പോയില്ല, കുഴപ്പമില്ല. അതെങ്ങനെ ഗൈസ്, എന്താ സംഭവിച്ചത്? ഞാനിവിടെ ചത്തിട്ട് ഇവിടെ തന്നെ സ്പോണായി. എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്നെ കൊല്ല്. പെട്ടു. ഇങ്ങനെയാണ് പെട്ട്. പെട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ നീതി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലേ. പെട്ട്. അതെന്താ അത് ഇങ്ങനെ ഉണ്ടാവോ? നോക്ക്, നമ്മുടെ സ്പോണ്ടിലേക്ക് പോകാൻ പറ്റില്ല. അതെന്തോ നമ്മൾ മൂഞ്ചി ഗൈസ്. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ലേ? അതോ പറ്റുമോ? കാത്തിരുന്ന് കൊന്താലും എന്താ ഗൈസ്, ഓരോ വട്ടം ഓരോ സ്ഥലത്ത് പോണാവുന്നേ.
മുഞ്ചിന്ന് തോന്നുന്നു. അവിടെ ഒന്നുമില്ല, വെറുതെ നോക്കി. നമുക്ക് ഇനി അടുത്ത വട്ടം വേറെ സ്പൂണാണ്. കുറേ എണ്ണങ്ങളുണ്ടല്ലോ. ഓഹോ തീർത്തി പിടിക്കില്ല കുട്ട. ഞാൻ മടിയിലേക്ക് പോയി നോക്കട്ടെ. ലിറ്ററലി മുഞ്ചി. അതേ ഇപ്പം എനിക്ക് പറയാം. ലിറ്ററലി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദേ. ഇനി നമുക്ക് നമ്മുടെ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം ഗൈസ്. ഞാൻ എൻ്റെ വീടിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഓർക്കുന്നില്ല അതെവിടെയാണ്. ഗടി കണ്ട് കൊണ്ടുപോകട്ടെ. ചാവുന്നതിനും ബന്ധമുണ്ടോ കണ്ടുപിടിയിട്ടാ. അണ്ടർഗ്രൗണ്ട് ഷിപ്പോ ഒന്നുമില്ല ഇവിടെ. ഇവിടെ വാട്ടർ സ്പൂണർ എൻഡായി. മുഞ്ചി അട്ടപ്പാട്ടെല്ലാം മുഞ്ചി. നമ്മളെന്താ ചെയ്യുക? സോംബീൻ്റെ അടുത്ത് ആവാം. ഓക്കെ, ചത്തോക്ക സോംബീൻ്റെ അടുത്ത്. ഗൈസ്, നമ്മൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നൈറ്റ് നടന്ന് കോർഡിനേറ്റ് നോക്കി വന്നപ്പോൾ നമുക്ക് വേറൊരു സാധനം കിട്ടി. ടടാ, വീണ്ടും ഒരു ഷിപ്രക്കാണെന്ന് തോന്നുന്നു. കണ്ടിട്ടെങ്കിൽ തോന്നുന്നു ഒരു വെള്ളത്തിലല്ലാത്തൊരു ഷിപ്രക്ക്. കണ്ടോ, ഒരു മഞ്ഞുമലയിൽ പൂണ്ടെടുക്കുന്നത്. ടൈറ്റാനിക്കാന്ന് തോന്നുന്നു, മഞ്ഞുമലയിൽ ഇടിച്ച ടൈറ്റാനിക് ഏതല്ലേ. എന്നിട്ട് ഞാൻ പെട്ടു ഗൈസ്. എനിക്കെന്തായാലും തിരിച്ചെൻ്റെ അങ്ങോട്ട് തന്നെ പോകണം. രാവിലെ ആക്കണം എങ്ങനെയെങ്കിലും. അയ്യോ ഇത് നിൽക്കുന്ന സാധനം പൊട്ടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതെന്തിനാണ് പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോംബി മേലോട്ട് കയറി വരാണ്ട്. അയ്യോ, നിൽക്കുന്ന പൊട്ടിക്കല്ല, അങ്ങോട്ടാ പൊട്ടിക്കുന്നു. അങ്ങനെ സോംബി അങ്ങോട്ട് കയറി വരില്ല. നമ്മൾക്ക് 2 സ്റ്റെപ്പ് കൂടുതൽ നമ്മളെ പോലെ ചാടാൻ പറ്റില്ലല്ലോ. അവിടെ ആയിരുന്നു. അവിടെ കണ്ടോ, അവിടെ ഒരു ഇത് കാണുന്ന സ്ഥലം. അവിടെ ആയിരുന്നു നമ്മളുണ്ടായിരുന്നു. ഇനി എങ്ങനെ രാവിലെ ആകണം. രാവിലെ ആയിട്ട് ഞാൻ കാണിച്ചില്ല ഗൈസ്. നമ്മളെന്തായാലും രാവിലെ ആക്കിയിട്ട് ഇവിടെയാണ് നമ്മുടെ ഷിപ്രക്കുള്ള, അവിടെയാണ് നമ്മുടെ ഐലൻഡ് ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഐലൻഡിലേക്ക് തിരിച്ചെത്താം ഗൈസ്? ആയി തോന്നുന്നു ഗൈസ്. മുഞ്ചി ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഗെയിം നമ്മുടെ അടുത്ത് ചെയ്യുന്നു. എന്തൊരു ചെയ്ത നോക്കണേ. നമ്മുടെ ഐറ്റംസ് ഡീസ്പോൺ ആക്കി വന്നു. ഇനി നമ്മൾ ആദ്യം മുതൽ ഗ്യാദർ ചെയ്യേണ്ട. അയ്യോ, നമ്മുടെ ആർമറിട്ടൊരു തെണ്ടി നിൽക്കുന്നത്. കുറച്ചുകൂടി ഫുഡ് ആവശ്യം വരും. കുറച്ചുകൂടി ഫുഡും കൂടി ഞാൻ എടുക്കുവാണ്. പിന്നെ നമ്മളിവിടെ വെച്ച സാധനം എല്ലാം എടുത്തുകൊണ്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. പിന്നെ നമുക്ക് ഫുഡ് വേണം. നമുക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. മെല്ലെ മേലോട്ട് കാരണം അവിടെ ആയിട്ടാണുള്ളത് ഷിപ്രക്ക്. നമ്മളിവിടെ ഒരു മല കണ്ടുകൊണ്ട് ഇതിൽ അയ്യോ നൈസായിട്ട് കയറാൻ നോക്കണം. അതെ, ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബുദ്ധി എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത്. ഓ സീന്. ഓ ഇവിടെ അങ്ങനെ അതാ കിടക്കുന്നു. ഓ ഗായ്സ്, എന്തൊക്കെ സാധനമാണ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഫുഡ് കിട്ടി. 2 TNT കൊള്ളാം. ഓ ടോർച്ചിനുള്ള സംഭവം കിട്ടി. ഇതെന്താണാവോ? കുറച്ച് പേപ്പറും കിട്ടി. അതല്ലെങ്കിലും കിട്ടാറില്ലാണ്. നമ്മുടെ ആർമർ പോയോണ്ടാന്ന് തോന്നുന്നു. കുറച്ച് ആർമർ തന്നിട്ടുണ്ട് നമുക്ക്. ഇതും തൊപ്പിയുടെ നമ്മുടെ ഇട്ടേക്കാം. വലിയ യൂസൊന്നും ഇല്ലെങ്കിലും അതവിടെ ഒന്ന് തുറന്നിറക്കണം. ഓ ഗൈസ്, ഇതിലും അത് തന്നെ. എവിടെ? ഇതിങ്ങോട്ട്. ഓക്കെ, ഇത് വെറൈറ്റി ട്രഷർ മാപ്പ് ആയാൽ മതിയായിരുന്നു. ദൈവമേ, ഇല്ലേ വീണ്ടും പാടി. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്രക്കിൽ 3 പെട്ടി ഉണ്ടാവും. അതാ പെട്ടി. ഞാൻ അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. ഓ ഗൈസ്, ലക്കിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ നമ്മുടെ ആ പെട്ടിയിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണ് അവസാനം? 4 കിട്ടിയിട്ടുണ്ട്. ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻജായ് ചെയ്യാൻ ആവശ്യം വരും. കുറച്ച് 900 കിട്ടിയിട്ടുണ്ട്. അയണിൻ്റെ അതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയണും കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റിൻ്റെ നമ്മളെടുത്ത് ഫസ്റ്റ് തന്നെ അയണിൻ്റെ ഒരു
കത്തി ഉണ്ടാക്കാനല്ലേ ഉള്ളൂ, സ്റ്റിക്കില്ലാത്ത സ്റ്റിക്ക്. ഓക്കെ, 3 അതിൻ്റെ ഒരു ആക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് കൊല്ലാൻ പിക്കാക്സ് ആയിരിക്കും നല്ലത്. ആക്സ് ഉണ്ടായാൽ മതി. ആക്സ് തന്നെ മതി. എന്നിട്ട് നമ്മളിവിടുന്ന് ഇവിടെ മാപ്പ് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല. മാപ്പ് തുറന്നു നോക്കുന്ന വേറൊരു വീഡിയോയിൽ ഇടാമെന്ന് ഞാൻ പറയത്തില്ല. വെറുതെ പ്രാങ്ക് ചെയ്ത കേസ്. നമ്മളെന്തായാലും ഈ മാപ്പ് ഇവിടെ നിന്ന് തന്നെ തുറന്നു നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ വേൾഡ് സ്പോൺ ആയിട്ട് കേസ് അവിടെ ആയിട്ട് വീണ്. അതുണ്ടോ, നിങ്ങൾ എക്സ് കാണുന്നില്ലേ, അവിടെ ആയിട്ടാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൈസ് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ പുറപ്പെട്ടു. അവിടുന്ന് നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്തിയുണ്ട്. നമ്മൾ അവിടുന്ന് വെച്ച് കുറച്ച് ബ്രിഡ്ജിൻ്റെ ഉണ്ട്. ഓടി എത്തണ്ടേ? മാപ്പിൽ കാണിക്കുന്ന വെച്ചാൽ അതാ ഇതും മൂഞ്ചിയോ? ഇതും വെള്ളത്തിൻ്റെ അടിയിലാണോ? വെള്ളത്തിൻ്റെ അടിയിലാവല്ലേ എന്ന് മാത്രമുള്ളൂ പ്രാർത്ഥന. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മളീ നിൽക്കുന്നത് ഓക്കെ ഇതിൻ്റെ അടിയിലായിട്ടാണ് കാണിക്കുന്നത്. എന്താണ്? അതിൻ്റെ അടിയിലില്ല. അവിടെ ഇല്ല. ഇവിടെ വെച്ചൊരു ശവലുണ്ടാക്കട്ടെ. ശവലുണ്ട്. അയ്യോ, ശവല് വെച്ച് വേണ്ട. ഇല്ലല്ലോ. വീണ്ടും പണി കിട്ടിയോ? വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെ വേണോ? മൂഞ്ചിയ. നമ്മൾ അടിയിലേക്ക് പോയാൽ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചേ. എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം ഫ്രീസാവുന്ന മാത്രം. പെട്ടെന്ന് ഫ്രീസാവുന്നു. ഗൈസ്, അതെന്താ? അത് കല്ല. ഒന്ന് പ്രതീക്ഷിച്ചു. വീണ്ടും നമ്മളെ മോജാങ് ചാമ്പു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ മോജാങ്, ഒന്ന് നമ്മുടെ വീട്ടിലേക്കൊക്കെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ശേഷം ഉണ്ടാക്കുവാൻ. അയ്യോ, വെള്ളം പോലെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ ചാൻസ്. ഓ ഗൈസ്, വീണ്ടും പണി കിട്ടി. ഉണ്ട് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. നമ്മളെ പടക്കം പൊട്ടിക്കാണ് പോവാണ് ഗൈസ്. ഓണത്തിന് പടക്കം പൊട്ടിക്കാൻ ഏതാ കിട്ടുക്ക് ഗൈസ്. നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണം. അതിന് നമ്മൾക്ക് സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും വേണം. സ്വിച്ച് ഈ സ്വിച്ച് മതിയാവും. ഓക്കെ, നമ്മൾ സ്വിച്ച് എടുത്തിട്ടുണ്ട്. സ്വിച്ച് അതിൽ തന്നെ ഉണ്ട്. സ്വിച്ച് എടുക്കുന്നു, മേളിൽ വെക്കുന്നു. ഓ ഗൈസ്, ഓർഡർ പന്നി. ഓ ഗൈസ്, പൊട്ടി. കത്തി. ഏതാല്ലേ? പക്ഷേ ഈ TNT പൊട്ടിക്കരുത്. TNT കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. അതങ്ങ് കുഴിയിൽ വീണാ പൊട്ടിയ കോപ്പ്. ഗൈസ്, അത് നോക്കൂ ഗൈസ്, കിട്ടി. ഇതാണ് TNT പൊട്ടിച്ചതിൻ്റെ ഗുണം. അങ്ങനെ ഫൈനലി നമ്മളത് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. എത്ര കഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ 2 വട്ടം എന്തോ നമ്മൾ ഇതിന് വേണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. 2 വട്ടമല്ല. ഓ ഗൈസ്, കിടു. ഐ ലൈക്ക് ഇറ്റ്. ഓ ഗായ്സ്, എന്തൊക്കെയാ നോക്കൂ ഗായ്സ്. അതൊക്കെ ഡ്രോപ്പാണോ ചെയ്തത്? എന്താണ് പറയുന്നത്? ഓ ഗായ്സ് നോക്കൂ, ഇതൊക്കെ എന്നാ സാരം. ഗെയിമിൽ കൂടി
കാണാൻ സാധനം ബോളോ ഇതെന്താ സാധനം ഏതാ? അത് മാത്രമല്ല ഇതിൽ ഏറ്റവും സ്പെഷ്യൽ 3 ഡയമണ്ടാണ്. റെയറായിട്ടാണ് ഡയമണ്ട് കിട്ടുക. നമുക്ക് എത്ര മൈൻഡ് ചെയ്താൽ ഡയമണ്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ നമുക്ക് കിടച്ചിടിച്ച് എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്കറിയാം. നമ്മൾ ഈ മാപ്പ് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കട്ടിലുണ്ട്. നമ്മളെന്തായാലും തിരിച്ചങ്ങോട്ട് പോട്ടെ. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ അങ്ങറ്റത്ത് മാപ്പിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ 1 മിനിറ്റ് ആ മാപ്പിൻ്റെ ഒരു തുമ്പത്തായിട്ട് അവിടെ എക്സിൻ്റെ ആ സൈഡിലായിട്ട് അവിടെ എന്തോ ഒരു ചാരക്കിണറി കാണുന്നുണ്ട്. അവിടെ എന്തോ കാര്യമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വന്ന സ്ഥലത്ത് ഏതായിരുന്നു വന്ന സ്ഥലം അത്. അവിടെ എന്തോ അപ്പുറത്ത് വില്ലേജോ എന്തോ ഉണ്ട് എനിക്ക് കാണാൻ കാര്യമായിട്ട്. അതാ ഒരു തുമ്പത്തായിട്ട്. അതെങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട്. ഗൈസ് നിങ്ങൾ കണ്ടു? ഓ ഗൈസ് വലിയ റോയിങ് പോട്ടൽ, മറ്റേ ചെറിയ റോയിങ് പോട്ടലൊന്നല്ല, വലിയ റോയിങ് പോട്ടൽ. റോയിങ് പോട്ടൽ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. പക്ഷെ റോയിങ് പോട്ടൽ കത്തിക്കണമെങ്കിൽ ഡയമണ്ട് ആക്സ് വേണം. ഒരു ആക്സ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഡയമണ്ട് വേണം നോക്കട്ടെ. ആക്സ് ഓ ഗൈസ് നമ്മുടെ പ്രീമിയം ഗൈസ് കിട്ടി ഗൈസ്. ആക്സ് കിട്ടി ഗൈസ്. ഓ ഗൈസ് കിടു നമ്മൾ വേറെ ലെവല് എന്ന് വെച്ചാൽ വേറെ ലെവല്. നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്താം. എന്താണെന്ന് വെച്ചാൽ ഈ റോയിങ് പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അല്ല, ഈ റോയിങ് പോർട്ടലിൽ കയറുന്ന നമ്മൾ നമ്മുടെ ഇവിടേക്കായിരിക്കും. എന്നിട്ട് നമ്മൾ അത് കിടും മാറിപ്പോയി പറയുന്നതൊക്കെ കിട്ടുന്നില്ല. വലിയ അത്രയ്ക്ക് സന്തോഷത്തില്ല. എന്താണെന്ന് വെച്ചാൽ I got it this. ഓ ഗായ്സ് ഇതിൽ നമുക്ക് ഒരുപാട് ഇത് നമ്മുടെ റോയിങ് പോർട്ടൽ സെറ്റായിട്ട്. ഇനി നമുക്ക് വേണ്ട ഫ്ലിൻറ്റ്. ഗൈസ് അത് ചടങ്ങാണല്ലോ. പണി കിട്ടി ഗൈസ്. ഫ്ലിൻറ്റ് ഇവിടെ നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ കിടുക്കാച്ചി മഴ കുത്തി അടിക്കുക. അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഇല്ല ഗൈസ്, എനിക്ക് കാണുന്നില്ല. കിട്ടി. നമ്മളിപ്പോൾ എടുക്കാൻ നമ്മൾ ചാവും. എന്താന്ന് വെച്ചാൽ നൈറ്റായി. കിട്ടി ഗൈസ്, ഫ്ലിൻറ്റ് കിട്ടി ഗൈസ്. കിട്ടി മോനെ, അടിച്ചു മോനെ ലോട്ടറി. നമ്മുടെ പോർട്ടലത് അവിടെ നമുക്കടിച്ചു മോനെ ലോട്ടറി. ഏതാ ലൂട്ടിയിട്ട് ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മളങ്ങനെ നെതർ പോർട്ടൽ വഴി വീട്ടിലേക്ക് പോകാൻ പോണേ. ഓക്കെ ഗൈസ്, ഫ്ലിൻറ്റ് അയൺ വേണമായിരുന്നു ഗൈസ്. എന്തോ ഭാഗ്യം ഗൈസ് അയൺ നമുക്ക് കിട്ടിയത്. ഓക്കെ ഞാൻ വലിയ പോർട്ടലാണ് ഉണ്ടാക്കിയ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോണ്. ബൈ ഓവർ വേൾഡ്. നമ്മൾ ഇത്ര ദിവസം കാത്തു സൂക്ഷിച്ച ഓവർ വേൾഡിലേക്ക് നമ്മൾ പോവാണ്. ഊമ്പി ഗൈസ്, ഊമ്പി ഗൈസ്. ഗോസ്റ്റ് തിരിച്ചോട്ടെ. ഓ ഗൈസ് വീട് തേടി വന്ന ഞാനാ, എന്നെ കൊണ്ട് വേറെ എവിടെയോ കൊണ്ട് ലാൻഡ് ചെയ്ത്. ഓ ഗൈസ് ഇത് എന്താ നോക്കണേ ഗൈസ്. ആഹാ ഏതാലേ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചായിരുന്നു. വീട്ടിലെത്തിയവിടെ നമ്മളെ കൊണ്ടായിട്ട് എവിടെയാ നോക്കുക ഗൈസ്. നമ്മളിത് പൊട്ടിച്ചിട്ട് ചെറിയ ഒരു ഇതുണ്ടാക്കട്ടെ, ഒരു ചെറിയൊരു പോർട്ടൽ ഉണ്ടാക്കി നോക്കട്ടെ. അതിലും അവിടെ എത്തുന്നെങ്കിൽ നമ്മുടെ എന്തായാലും ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ആക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ചെറിയ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം പോയി നോക്കട്ടെ. നമ്മൾ അവിടെ തന്നെ എത്തുന്നെങ്കിൽ ഈ വീഡിയോ അവിടെ വെച്ച് ഉണ്ടാക്കും. നമ്മളുടെ
വേൾഡിലെത്തുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. രണ്ടാണെങ്കിലും നമുക്ക് സന്തോഷം തന്നെ. നമ്മുടെ വേൾഡിലേക്ക് എത്താൻ സിമ്പിളല്ലേ ഗൈസ്. മൂഞ്ചി ഗൈസ്, വീണ്ടും അവിടെ തന്നെ സ്പോണായ ഓമ്പാവാ. അയ്യോ ആമ്പൽ 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 തീർന്നു ഗൈസ്, തീർന്ന്. ഓ ഗൈസ്, എന്തോ ഭാഗ്യം, ലക്കിൻ്റെ പീക്കായിട്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഗാസ്റ്റും നമ്മളടിച്ച് നമ്മുടെ മുമ്പിലൊരു സ്കെൽട്ടണും ഉണ്ടായിരുന്നു. ഗൈസ്, ഭാഗ്യം, ലക്കിൻ്റെ അങ്ങേ അറ്റം നമുക്ക്. ഏതാല്ലേ, എന്നെയും കൊണ്ട് വയ്യ, എന്നെയും കൊണ്ട് തോറ്റ്. 2 ഹെൽത്താണ് പോയത്. എന്തോ ഭാഗ്യം, തീയൊക്കെ കത്തിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ചധികം ലൂട്ടും കിട്ടി, ഒരു വലിയ നെതർ പോർട്ടലും കിട്ടി, നെതറിലേക്കും പോയി, നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നില്ല ഗൈസ്, എന്തായാലും ഒന്ന് സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ബൈ.